ഹലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസ് ബോഡി ഉണ്ടാക്കുന്നതിൻ്റെ പാർട്ട് 3 ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്ലീവ് ചെയ്തു, ആംസ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബോഡി ഇത്രയും ചെയ്തു. ഇനി നമ്മുടെ തേർഡ് പാർട്ടാണ്. തേർഡ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത്, ഹെഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ തേർഡ് പാർട്ടിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് നീളത്തിൽ മാത്രം കട്ട് ചെയ്ത് കളയാം. ഫാസ്റ്റ് ആൻഡ് ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് എങ്ങനത്തെ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രീവിയസ് പാർട്ട് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് പാർട്ട് കണ്ട് ആംസും ബോഡി പാർട്ട് ഇത്രയും ചെയ്തത് കണ്ടിട്ട് വരിക. എന്നിട്ട് നമുക്ക് സ്ലീവ്സ് ചെയ്യാം. ഓക്കെ, ഇനി കളർ ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് 2 ലൂപ്പ് ഇവിടെ കാണാം അല്ലേ? ഇവിടെ 2 ലൂപ്പ് കാണാം. ഈ 2 ലൂപ്പിൽ കൂടെ നമുക്ക് ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഒരു ലൂപ്പിൽ കൂടെ കയറ്റി, ഇപ്പൊ ഡിക്രീസ് സ്റ്റിച്ച് ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ 2 ലൂപ്പിൽ കൂടെയും കയറ്റി. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ഏതാണോ സ്കിൻ കളറിന് ഇവിടെ യൂസ് ചെയ്തത് അതേ സ്കിൻ കളറിലെ യാൺ തന്നെ യൂസ് ചെയ്യും. ഇനി നമുക്ക് ബോഡി പാർട്ടിന്റെ ഈ കളറിലെ യാണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സ്കിൻ കളറിലെ യാൺ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ മുന്നത്തെ റോയില് നമുക്കിവിടെ മുന്നത്തെ റോയില് 12 സ്റ്റിച്ചുകളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ റോയിലും അടുത്ത റോയിലും 12 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഓക്കെ, നമ്മുടെ സ്കിൻ കളർ യാൺ ഏതാണോ യൂസ് ചെയ്യുന്നത് അതേ കളർ യാൺ വെച്ചിട്ട് അടുത്ത 2 റോയില് നമ്മുടെ 29ാമത്തെയും 30ാമത്തെയും റോയില് സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. വേറെ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നോർമൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നമ്മുടെ പോർഷൻ ചെറുതായതുകൊണ്ട് ചെയ്യാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. 12 എണ്ണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചെയ്യുമ്പോൾ ഈ യാൺ ഇതിന് സ്റ്റിച്ചിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ 2 സിംഗിൾ ക്രോഷ്യ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യാൺ പുള്ള് ചെയ്യാം. കാരണം ഇവിടെ ലൂപ്പായിട്ട് ഇരിപ്പില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ യാൺ നിങ്ങൾക്ക് പുള്ള് ചെയ്യാം. നമ്മുടെ നീറ്റ് ആയിട്ടുള്ള ഫിനിഷിങ് വന്നോളും. ഇനി നമുക്ക് ഈ റൗണ്ടിലും അടുത്ത റൗണ്ടിൽ 29ാമത്തെ റോയും 30ാമത്തെ റോയിലും നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ ആ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 31ാമത്തെ റോയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പോളിഫിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്ത് സ്റ്റഫ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ അടുത്ത റോയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുള്ളൂ. ഇനി 31ാമത്തെ റോയിൽ ചെയ്യേണ്ടത് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇൻക്രീസ് ചെയ്യുക. ഫ്രണ്ട് ലൂപ്പ് അറിയാലോ, ഇതാണ് ഫ്രണ്ട് ലൂപ്പ്. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇൻക്രീസ് ചെയ്യുക കേട്ടോ. ഈ റൗണ്ട് ഫുൾ ഇൻക്രീസ് ചെയ്യണം. 12 ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 24 സ്റ്റിച്ച് ഉണ്ടാവും ഈ റോയിൽ. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചുകളാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്. അടുത്ത റൗണ്ട് 32ാമത്തെ റൗണ്ടിൽ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. 12 തവണ റിപ്പീറ്റ് ചെയ്യണം. ടോട്ടൽ 36 സ്റ്റിച്ചാണ് വേണ്ടത്. ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, ആ രീതിയിൽ നമുക്ക് 12 തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ചെയ്തിട്ട് തിരിച്ചു വരാം. ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്. നമ്മളങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 33ാമത്തെ മുതൽ 43ാമത്തെ വരെ റോയിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല, സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. ഓക്കെ, ടോട്ടൽ 11 റോയിൽ, അടുത്ത 11 റോയിൽ 33 മുതൽ 43 വരെ ഉള്ള റോകളിൽ 36 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഓരോ റൗണ്ടിലും 36 സിംഗിൾ ക്രോഷ്യ വീതം ഉണ്ടാവണം. ഓക്കെ, അപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ 43ാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് 44ാമത്തെ റോയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, അത് 6 തവണ റിപ്പീറ്റ് ചെയ്യുക. ഈ റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 30 സ്റ്റിച്ചാണ് ഉണ്ടാവേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ 4 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിൽ 6 തവണ ചെയ്തിട്ട് തിരിച്ചു വരാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം.
4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് ആണ്. 1 2 3 4 ഡിക്രീസ് ചെയ്യാൻ അറിയാലോ, ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമാണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ 6 തവണ ടോട്ടൽ ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 45ാമത്തെ റോ ചെയ്യണം. 45ാമത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത് 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്. ഈ റോ ഫുൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് 24 സ്റ്റിച്ചുകളാണ് വേണ്ടത്. ഓക്കെ, ഞാനപ്പോൾ അത് കാണിച്ചു തരുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട്. ആദ്യത്തെ 3 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 4ാമത്തെ സ്റ്റിച്ചിൽ ഡിക്രീസ്. അത് 6 തവണ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ 6 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്റ്റഫ് ചെയ്യണം. പോളിഫിൽ വെച്ച് നന്നായിട്ട് ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഫില്ലായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പോളിഫിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആണിൻ്റെ പീസുകൾ എന്തെങ്കിലും വെച്ചിട്ടായാലും മതി, നിങ്ങൾക്ക് സ്റ്റഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത റോയിലും അതിൻ്റെ അടുത്ത റോയിലും, അതായത് 46ാമത്തെ റോയിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് ചെയ്യുക. ആദ്യത്തെ 2 സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തേതിൽ ഡിക്രീസ് ചെയ്യുക. 47ാമത്തെ റോയിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത് ഡിക്രീസ്, ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പാറ്റേൺ ഇവിടെ എഴുതി കാണിക്കാം. 46ാമത്തെ റോയിൽ നമുക്ക് ടോട്ടൽ 18 സ്റ്റിച്ചാണ് വേണ്ടത്. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 47ാമത്തെ റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചുകളാണ് വേണ്ടത്. അപ്പം അത്രയും ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചുകളാണ് വേണ്ടത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ റോ ആണ് ഇതിനടുത്തത്. ലാസ്റ്റത്തെ റോയിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിലെല്ലാത്തിലും ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടായാലും നിങ്ങൾക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ 6 ഡിക്രീസ് ചെയ്യാം, സോറി 6 അല്ല, 6 ഡിക്രീസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 സിംഗിൾ ക്രോഷ്യ ഒന്നും കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ 6 ഡിക്രീസ് ചെയ്ത്, ഇതിൽ ഏത് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെയാണ് നിങ്ങൾ 12 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ക്ലോസ് ചെയ്തായിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയായാലും ക്ലോസ് ചെയ്യാം. ഞാനിവിടെ 6 ഡിക്രീസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 6 ഡിക്രീസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പം ചെറിയ ഹോളായിട്ട് വന്നു. നിങ്ങൾ 12 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വലിയ ഹോളായി. നിങ്ങൾക്ക് ഇത് ഇനി സ്റ്റഫിങ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും അതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കൂടുതൽ സ്റ്റഫിംഗ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഹോള് ചെറുതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ആൺ അത്യാവശ്യം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആൺ ഫാസ്റ്റ് ഓഫ് ചെയ്യുക. ഇത് തന്നെയാണ് നിങ്ങൾ 12 സിംഗിൾ ക്രോഷ്യ ചെയ്താലും ചെയ്യേണ്ടത്. 12 സിംഗിൾ ക്രോഷ്യ കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡിക്രീസ് ഇവിടെ 6 ഡിക്രീസ് ചെയ്യൽ ഇത്രയും കൂടി പാടാണ്. ഓക്കെ, എന്നിട്ട് ഈ ആണൊന്ന് സൂചിയിൽ കോർക്കുക. എന്നിട്ട് ഓരോ സ്റ്റിച്ചിൽ കൂടെ ഒന്ന് കോർക്കുക. ഓക്കെ, ജസ്റ്റ് ഓരോ സ്റ്റിച്ചിൽ കൂടെ ഇതുപോലെ. ഇത് 12 ആണെന്നുണ്ടെങ്കിലും 6 ആണെന്നുണ്ടെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് 6 എണ്ണത്തിൽ കൂടി ഇങ്ങനെ കോർത്ത് കൊടുക്കുക. ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ ടൈറ്റ് ആയിക്കോളും. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് അത് സെക്യൂർ ചെയ്ത് യാണുള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ സെക്യൂർ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ വയ്ക്കാം. പിന്നെ അത് നീറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ട്രൈ ചെയ്യുക. ആദ്യം ഒരെണ്ണത്തിൻ്റെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വാട്സപ്പിൽ നിങ്ങളൊരു ഫോട്ടോ അയച്ചു തരിക.
അയച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഉണ്ടാക്കുമ്പോൾ, അടുത്ത ബേസ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാമല്ലോ. ഓക്കെ, ഇതുപോലെ നമുക്ക് ടോട്ടൽ 5 എണ്ണം 5 കളേഴ്സിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം അടുത്തത് നമ്മൾ ഉണ്ണീശോനെയും കാര്യങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ 5 ബേസ് ബോഡി 5 കളേഴ്സിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അത് 5 പേർക്കുള്ളതാണ്. 3 രാജാക്കന്മാർക്കും മേരിക്കും ജോസഫിനും 5 പേർക്കുള്ളതാണ് ഈ ബേസ് ബോഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ക് അയക്കാനും മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ക്രോഷ്യ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്. അപ്പോൾ അവരും ഈ തവണ ക്രിസ്മസിന് ക്രോഷ്യ പുൽക്കൂട് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.